ഇന്ത്യ ഓട്ടോ ഷോയിലേക്ക് സ്വാഗതം. പുതിയ വാഹനങ്ങൾ വാങ്ങിക്കേണ്ട പലരും പല ദിവസങ്ങളിലും ഓഫീസിലേക്ക് വിളിക്കാറുണ്ട് പുതിയ വാഹനങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ. അങ്ങനെയുള്ള പലരും ഒരു 2-3 മാസങ്ങളായി ചോദ്യങ്ങൾക്കൊടുവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഫോക്സ്വാഗൺ പോളോ എങ്ങനെയുണ്ട് എന്നുള്ളതാണ് ആ ചോദ്യം. ആ ചോദ്യം ഉത്തരമായാണ് നമ്മളിന്ന് വയനാട്ടിലെത്തിയിരിക്കുന്നത്. നമ്മോടൊപ്പം ഉള്ളത് ഫോക്സ്വാഗൺ പോളോയുടെ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ മോഡലാണ്. നമുക്ക് പോളോയുടെ ഈ മോഡൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇന്ത്യയിൽ ഇപ്പോൾ പുതുതായി വിപണിയിലെത്തിയിരിക്കുന്ന പല പുതിയ ചെറിയ കാറുകളുടെയും എഞ്ചിൻ 1.2 ലിറ്റർ പെട്രോളാണ്. നമ്മൾ അത്തരത്തിൽപ്പെട്ട പല വാഹനങ്ങളും നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിരുന്നു. അപ്പോഴെല്ലാം സൂചിപ്പിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ എഞ്ചിന്, അതായത് 1.2 ലിറ്റർ എഞ്ചിനുകൾക്കെല്ലാം ഒരു ലോവർ RPM ചെറിയ ടർബോ ലാഗ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. എന്നാൽ ഈ ഫോക്സ്വാഗണിന്റെ ഈ പ്രസിദ്ധമായ ഈ എഞ്ചിൻ, ഈ 1.2 ലിറ്റർ എഞ്ചിന് നമുക്ക് ലോവർ RPM പോലും ഒരു ടർബോ ലാഗും അനുഭവപ്പെടുന്നില്ല. വളരെ പെട്ടെന്ന് ചെറിയ RPM നിന്നും നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ കുതിച്ചു പായുന്ന ഒരു രീതിയാണ് ഈ എഞ്ചിൻ പിന്തുടരുന്നത്. മിഡ് റേഞ്ചുകളിൽ ഈ വാഹനം കാഴ്ചവെക്കുന്ന പ്രകടനത്തെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഒരു 3000-3500 RPM 100 മുതൽ 120 വരെയുള്ള കിലോമീറ്റർ സ്പീഡുകളിലൊക്കെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ സെഡാൻ കാറിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലാണ്. അത്തരത്തിലുള്ള പെർഫോമൻസ് കാറായി മാറുകയാണ് ഒരു മിഡ് റേഞ്ച് കഴിയുമ്പോൾ ഈ ഫോക്സ്വാഗണിന്റെ ഈ എഞ്ചിൻ. ഓഡിയും സ്കോഡയും ഫോക്സ്വാഗണും ഒരേ കുടുംബത്തിൽപ്പെട്ട കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ സ്പെയർ പാർട്സുകളും മറ്റും പരസ്പരം ധാരാളമായി കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട്. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനുള്ള ഈ ഫോക്സ്വാഗണിന്റെ ഈ പറഞ്ഞ എഞ്ചിനും അതുപോലെ തന്നെ കൈമാറ്റം ചെയ്യപ്പെട്ട് വന്നതാണ്. സ്കോഡയുടെ ഫാബിയയിലുള്ള അതേ 1.2 ലിറ്റർ എഞ്ചിനാണിത്. പക്ഷേ ഓരോ വ്യത്യാസം മാത്രമേ ഉള്ളൂ. സ്കോഡ ഫാബിയ പുറത്തിറങ്ങി അല്പകാലം കഴിഞ്ഞല്ലോ. ഇപ്പോൾ പുതുതായി രംഗത്ത് വന്നിരിക്കുന്ന ഫോക്സ്വാഗൺ പോളോയിൽ ഈ എഞ്ചിൻ ഘടിപ്പിച്ചപ്പോൾ ഒരു 5 bhp പവർ കൂട്ടി. അങ്ങനെയുള്ളൊരു എഞ്ചിനീയറിംഗിൻ്റെ ഒരു മാജിക് നടത്തി എന്നുള്ള ഒഴിച്ചാൽ അതേ എഞ്ചിൻ തന്നെയാണ് ഇപ്പോൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡലിലുമുള്ളത്. ഫോക്സ്വാഗൺ പോളോയുടേത് ഒരു പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ മൈലേജ് എത്രയാണ് ലഭിച്ചത് എന്നറിയാൻ എല്ലാവർക്കും കൗതുകമുണ്ടാകും. നമുക്ക് ഇപ്പോൾ ഈ ടെസ്റ്റ് ഡ്രൈവിൽ ലഭിച്ചത് ഏതാണ്ട് 14.3 km/ലിറ്റർ ആണ്. ഒരു പെട്രോൾ എഞ്ചിനെ സംബന്ധിച്ച് വളരെ നല്ല മൈലേജാണത്. തന്നെയുമല്ല, നമ്മൾ ഓടിച്ചത് ആ തരത്തിലുള്ള ടെറൈൻസിൽ കൂടെയാണ്. കയറ്റത്തിലും ഇറക്കത്തിലും അതുപോലെയുള്ള സിറ്റിയിലും എല്ലാം നമ്മൾ ഓടിക്കുകയുണ്ടായി. എന്നിട്ട് നമുക്ക് ഇത്രയും നല്ല മൈലേജ് ലഭിക്കും. ഫാബിയയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പോളോ കടം കൊണ്ടിട്ടുണ്ട്. അത് പ്ലാറ്റ്ഫോമാണ്. ഈ വാഹനം പടുത്തുയർത്തിയിരിക്കുന്ന A0 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഫാബിയുടേത് തന്നെയാണ്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്ക് തോന്നുന്നത് ഈ മികച്ച ഹാൻഡ്ലിങ്ങിന് വേണ്ടി സസ്പെൻഷനിൽ കുറേ മാറ്റങ്ങൾ പോളോയുടെ കാര്യത്തിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളവുകൾ വീശുമ്പോഴും അല്ലെങ്കിൽ വളവുകൾ വീശുമ്പോൾ സഞ്ചരിക്കുന്നവർക്ക് തോന്നുന്ന ബോഡി റോള് വളരെ കുറഞ്ഞിട്ടുണ്ട് ഈ പോളോയുടെ കാര്യത്തിൽ. അതായത് ഫാബിയേക്കാളും കുറച്ചുകൂടി മെച്ചപ്പെട്ട യാത്രാസുഖം നൽകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ആത്യന്തികമായി കിട്ടുന്നൊരു ഫലം. പോളോ ആദ്യമായി ജനിച്ചത്. അതിനുശേഷം 5 തലമുറകൾ കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ് പോളോ. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് 5ാം തലമുറയിൽപ്പെട്ട പോളോയാണ്. അതാണിപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. വോൾട്ടർ ഡിസിൽവ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ ഡിസൈനറാണ് ഇത് ഡിസൈൻ ചെയ്തത്. അപ്പോൾ ജർമ്മൻ കാറാണ് ഫോക്സ്വാഗൺ എങ്കിൽ പോലും അതുകൊണ്ട് തന്നെ ഇറ്റാലിയൻ ലുക്സാണ് പോളോയ്ക്ക് കൂടുതൽ. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിപ്പോൾ ധാരാളമായി കണ്ടുവരുന്ന അല്ലെങ്കിൽ ഇന്ത്യയിൽ ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന ടോൾബോ ഡിസൈനോ അല്ലെങ്കിൽ ക്യാബ് ഫോർവേഡ് ഡിസൈനോ അങ്ങനെയുള്ള ഒന്നും നമുക്കിതിൽ കണ്ടെത്താൻ കഴിയില്ല. ഇതൊരു കൺവെൻഷണൽ സ്പോർട്ടി ഹാച്ച് എന്ന് നമുക്കിതിനെ വിളിക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായി കണ്ടുവരുന്ന രൂപങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തവും വളരെ ഭംഗിയുള്ളതുമാണ് പോളോയുടെ രൂപമെന്ന് കാണാം. നമ്മളിപ്പോൾ ഈ വാഹനം ഓടിച്ചുകൊണ്ട് വരുന്ന വഴിയിൽ തന്നെ
ഏറ്റവും കൂടുതൽ ആൾക്കാർ തിരിഞ്ഞു നോക്കുന്നൊരു വാഹനം എന്നാണ് എനിക്ക് പോളോയെ പറ്റി തോന്നിയത്. സാധാരണ നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് എടുക്കുന്ന വാഹനങ്ങൾ ഇത്രയധികം ആൾക്കാർ വളരെ താല്പര്യത്തോടുകൂടി നോക്കാറില്ല. അത് ഈ വാഹനത്തിൻ്റെ രൂപത്തിൻ്റെ വിജയമാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ രൂപത്തിൻ്റെ വിജയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഇത്രയും ചെറിയൊരു വാഹനത്തിൽ വന്നിരിക്കുന്ന വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഫോക്സ്വാഗൻ്റെ ഈ എംബ്ലമാണ്. കൂടാതെ 2 സ്പോക്കുകളുള്ള ഈ ഗ്രില്ലും ഈ വളരെ രസകരമായ ആകൃതിയിലുള്ള ഈ ഹെഡ്ലൈറ്റും രണ്ടും കൂടി ഒരു യൂണിറ്റ് ആണെന്ന് തോന്നുകയുള്ളൂ. ആ രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പന. മറ്റൊന്ന് വളരെ ബോൾഡ് ലുക്കിംഗ് ആയിട്ടുള്ള സ്റ്റൈലിംഗ് ആണ് പോളോയുടേത് എന്നുള്ളതാണ്. നമ്മൾ എവിടെ നിന്ന് നോക്കിയാലും ഏത് വശത്ത് നിന്ന് നോക്കിയാലും വളരെ ബോൾഡാണ് വാഹനമെന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ബോഡി ലൈനിങ് മുഴുവൻ. നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഹൈ എൻഡ് മോഡലാണ്. അതിൻ്റെ അത് 15 ഇഞ്ച് ടയറാണ്. അപ്പോൾ ആ ടയറിൻ്റെ തന്നെ വീലാർസ് നോക്കിയാൽ കാണാം അത് വാഹനവുമായിട്ട് വളരെയധികം ഇഴുകിച്ചേരുന്ന രീതിയിൽ ഒട്ടും തള്ളി നിൽക്കാത്ത രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കാണാവുന്നത് ഈ വേസ്റ്റ് ലൈനാണ്. ഈ വേസ്റ്റ് ലൈൻ വളരെ വെളിയിലേക്ക് തള്ളി നിൽക്കുന്ന ഈ വേസ്റ്റ് ലൈൻ വാഹനത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുണ്ട്. അത് വാഹനത്തിന് കുറച്ചുകൂടി ഒരു ബോൾഡ് ലുക്ക് നൽകുന്നുമുണ്ട്. പിൻഭാഗത്തിനെ പറ്റി പറയുമ്പോൾ മുൻഭാഗത്തിൻ്റെ അതേ ഡിസൈൻ തീം പിന്നിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കാണാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കൺവെൻഷണൽ സ്പോർട്ടി ഹാച്ചിൻ്റെ അതേ ഡിസൈനാണ് ബാക്കിലും കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻഭാഗത്തിനോട് വളരെയധികം ഇഴുകിച്ചേരുന്ന രീതിയിലാണ് പിൻഭാഗവും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അത്ര വലുതെന്ന് പറയാനാവാത്ത ഈ ഒരു ടെയിൽ ലാമ്പും പിന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു പിൻഭാഗവുമാണ് പ്രധാനമായിട്ടും പറയാവുന്നത്. അതുപോലെ തന്നെ മുൻഭാഗത്തുള്ള പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രൊമിനൻസ് കൊടുക്കുന്ന രീതിയിൽ തന്നെ ഫോക്സ്വാഗൻ്റെ എംബ്ലവും ഉണ്ട്. ഒരിക്കലും ഒരു മോശമെന്ന് പറയാനാവാത്ത രീതിയിൽ മനോഹരമായി തന്നെ പിൻഭാഗത്തിൻ്റെ ഡിസൈൻ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് എക്സ്റ്റീരിയറിലെ ഡിസൈൻ വിശേഷങ്ങൾ പറയാവുന്നത്. ഇനി എന്തൊക്കെയാണ് ഫോക്സ്വാഗൺ പോളോയുടെ ഇൻറ്റീരിയറിൽ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അകത്ത് കയറി നോക്കാം.